A very good evening to one and all present over here. അപ്പോൾ ഇന്ന് I'm here with you a very important topic. ഓക്കെ, നമ്മൾ പി എസ് സിക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഐ എം ഹിയർ ടു സ്ക്രീൻ ഷെയർ. ഞാൻ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലാവും. ജസ്റ്റ് പ്ലീസ് ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ ടോപ്പിക് ഇസ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ സിലബസിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ പി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഇത് വളരെ ഒരു കുഞ്ഞി ആക്റ്റാണ്, ഒരു കുഞ്ഞി സ്റ്റാറ്റ്യൂട്ടാണ്. പക്ഷേ ഇത് വളരെ ചെറുതാണെങ്കിലും വളരെ ഒരു ഡേഞ്ചറസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് സെക്ഷൻസ് ഉള്ള ഒരു 10 സെക്ഷൻസ് ആണ് ബേസിക്കലി ഇതിലുള്ളത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുമ്പം വീണ്ടും അത് കുറഞ്ഞു വരും. പക്ഷെ ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരു MCQ ടൈപ്പൊക്കെ ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കുമ്പോൾ ദി ഓൾവേസ് യുനോ മേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ട്രിക്കി സൈറ്റ്. നമ്മൾ പലപ്പോഴും ഓവർ റീഡ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാത്ത പ്രൊവൈസോസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ്, ഇതൊക്കെ ആയിരിക്കും ഇവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊക്കെയാണ് നമ്മൾ ഒന്നും കൂടി ഓടിച്ച് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ട സെക്ഷൻസ്. ബിക്കോസ് ഐ കോൾ ദോസ് സെക്ഷൻസ് ആസ് ട്രിക്കി സെക്ഷൻസ്. ട്രിക്കി ആകുമ്പോഴാണ് നമ്മൾ തെറ്റുകൾ കമ്മിറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുന്ന ഒരു സ്ഥലങ്ങൾ, അല്ലേ? അപ്പം അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലൊക്കെ റെഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ വെൻ യു കം അക്രോസ് ദ പ്രിസംഷൻ സെക്ഷൻ, അതിൽ പറയുന്നുണ്ട് ഡെഫിനിഷൻ ഓഫ് ഡൗറി ഈസ് പ്ലീസ് റെഫർ ടു സെക്ഷൻ 2 ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന്. അപ്പോൾ ആ ഡെഫിനിഷനും കൂടി നമ്മളിവിടെ, ഡെഫിനിഷനാണ് ഇതിൽ കുറച്ച് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സെക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഒരു സെക്ഷൻ ഈ ഒരു പാർട്ടിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ സെക്ഷൻ 2 ആണ്. ഓക്കെ, പിന്നെ ഇതിൽ പല ഒഫൻസുകൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തെറ്റാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഓക്കെ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. സോ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഐ ഹാവ് ഇൻക്ലൂഡഡ് എ പർട്ടിക്കുലർ സെക്ഷൻ 1. സാധാരണ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ പലപ്പോഴും ഇനി അങ്ങോട്ട് പല സ്റ്റാറ്റ്യൂട്ട് വായിക്കുന്ന സമയത്ത് ഇതൊക്കെ കുറേ മുന്നേ ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ട്സ് ആണല്ലോ. അപ്പം ഈ കാലഘട്ടത്തിലൊക്കെ ജമ്മു ആൻഡ് കാശ്മീർ വാസ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യ. അവർക്കൊരു പ്രത്യേക ഇതായിരുന്നു. പക്ഷെ നമുക്കറിയാം ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം ജമ്മു ആൻഡ് കാശ്മീർ ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ. ഇപ്പം അത് ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ചില സ്റ്റാറ്റ്യൂട്ട്സുകളിൽ പറയും ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെ അപ്ലിക്കബിലിറ്റി എവിടേക്കാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ യു കം അക്രോസ് എ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേർഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അപ്ലൈസ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരിന്. അങ്ങനെ വായിക്കുന്ന സമയത്ത് യു ഓൾ നോ ദിസ്, പക്ഷേ ഞാനത് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾ അങ്ങനെ എവിടെ വായിക്കുന്ന സമയത്തും നിങ്ങൾ എന്തോർക്കണം, ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ബാധകമാണ്. ഓക്കെ, അപ്പം അത് ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഡോണ്ട് ബ്ലൈൻഡ്ലി റീഡ് തിങ്സ്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതൊരു സ്റ്റാറ്റ്യൂട്ടിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന സമയത്ത് യു ഹാവ് ടു റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് ഇപ്പം ഈ സ്റ്റാറ്റ്യൂട്ടുകളൊക്കെ ജമ്മു ആൻഡ് കാശ്മീരിനും ബാധകമാണ്. ദാറ്റ് ഇസ് ദ ബോട്ടം ലൈൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താണ് സെക്ഷൻ 1. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഇതൊന്നും മനസ്സിൽ വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് സെക്ഷൻ 2 ആണ്. നമുക്കറിയാം ഏതൊരു സ്റ്റാറ്റ്യൂട്ടിൻ്റെയും സെക്ഷൻ 2ലാണ് ഡെഫിനിഷൻ ക്ലോസ് കൊടുക്കുന്നത്, അല്ലേ? ഡെഫിനിഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 2ലാണ്. അപ്പം ഇവിടെ ആകെ ഒരു ഡെഫിനിഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ സെക്ഷൻ 2ൽ. കാരണം ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ എന്തിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് അറിയേണ്ടത്? വാട്ട് ഈസ് ഡൗറി എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, but dowry includes any property or valuable security given or agreed to be given. അതായത് ഒരു പ്രോപ്പർട്ടി ആവാം, ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ സെക്യൂരിറ്റി ആവാം. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റീൻ്റെ എന്താണെന്നുള്ളത് താഴെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. വിൽ കം ടു ദാറ്റ്. പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ, ഇറ്റ് ക്യാൻ ബി മൂവബിൾ പ്രോപ്പർട്ടി, ഇറ്റ് ക്യാൻ ബി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, 2 തരം, വിച്ച് അവർ. അതൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് വാല്യുബിൾ സെക്യൂരിറ്റി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഐ വിൽ കം ടു ദാറ്റ്. അവർ വീണ്ടും അത് റെഫർ ചെയ്യുന്നത് IPCയിലെ സെക്ഷൻ 30 ഓക്കെ, വിൽ കം ടു ദാറ്റ്. അപ്പം ഡൗറി ബേസിക്കലി ഇൻക്ലൂഡ്സ്
എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി വിച്ച് ഇസ് ഗിവൺ, കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്, അഗ്രി ടു ബി ഗിവൺ ആണ്. ഇറ്റ് ഈസ് ഈദർ ഗിവൺ ഓർ അഗ്രി ടു ബി ഗിവൺ. ഓക്കെ, ബട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ വൺ പാർട്ടി ടു ദ മാരേജ് ടു ദ അതർ പാർട്ടി, ഒന്നെങ്കിൽ ഡയറക്ട്ലി ആവാം അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആവാം. വൺ പാർട്ടി ടു ദ അതർ പാർട്ടി എന്ന് പറയുമ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പാർട്ടി ആയിരിക്കും അല്ലേ, ദി അതർ ടു പാർട്ടീസ്. അപ്പം ഒരു പാർട്ടി വേറൊരു പാർട്ടിക്ക് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എഗ്രി ചെയ്യാണ്, അല്ലെങ്കിൽ ഓൾറെഡി അവർ എഗ്രി ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പാർട്ടി തന്നെ ആവണം നെസസറിലി എന്നില്ല. അവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെയെങ്കിലും അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള വേറെ ഏതെങ്കിലും ആളുകളായിരിക്കാം. അപ്പോൾ ബേസിക്കലി വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു മാരേജിന് ഒരു ചെക്കനും ഒരു പെണ്ണും ഉണ്ടാവും അല്ലേ, ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ രണ്ടുപേരും അഗ്രി ചെയ്യാണ്, അവരിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, അല്ലെങ്കിൽ അവരുടെ പേരൻസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൺ. ഇങ്ങനെയാണ് അതിൻ്റെ റെഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അവർ കൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്താണ്? പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാല്യുബിൾ സെക്യൂരിറ്റി ആണ് അവർ. ഒന്നില്ലെങ്കിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ തീരുമാനിക്കാൻ പോവാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ വൺ പാർട്ടി ടു ദ മാരേജ് ടു ദ അതർ പാർട്ടി, ഓർ ബൈ ദ പേരൻസ് ഓഫ് അതർ പാർട്ടി, ഓർ എനി അതർ പേഴ്സൺ ടു ഈദർ പാർട്ടി ഓർ ടു എനി അതർ പേഴ്സൺ. ഒന്നില്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക്, അല്ലെങ്കിൽ വേറെ അവരെ സംബന്ധിച്ചുള്ള വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് ഇവർ കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ അത് കല്യാണത്തിന് മുന്നേ ആവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഏത് സമയവും ആവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ പേർപ്പസ്, ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ മെയിൻ പേർപ്പസ് ഇസ് വിത്ത് ദ കണക്ഷൻ ടു ദ മാരേജ്. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി ആ മാരേജുമായി കണക്ട് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡൗറി എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഡൗറി ഇൻക്ലൂഡ്സ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി. അപ്പോൾ നിങ്ങൾക്കൊരു MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി എന്നുള്ളതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബൈ വൺ പാർട്ടി ടു ദ മാരേജ്, അല്ലെങ്കിൽ പേരൻസ് ഓർ ഓഫ് ഈദർ പാർട്ടി ഓർ എനി അതർ പേഴ്സൺ. ഇത് ഏകദേശം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് എപ്പോൾ കൊടുക്കാം? അപ്പോൾ ഇത് മാരേജിന് മുന്നേ കൊടുക്കാം, അല്ലെങ്കിൽ മാരേജിന് ശേഷം കൊടുക്കാം. അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൽ കൊടുത്താൽ മാത്രമാണ് അത് ഡവറി ആവുക എന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ബിഫോർ മാരേജ് ഓർ ഇറ്റ് ക്യാൻ ബി ആഫ്റ്റർ മാരേജ്. ഓക്കെ, ഇനിയാണ് നിങ്ങൾ എക്സ്ക്ലൂഷൻ. സംതിങ് ഈസ് എക്സ്ക്ലൂഡഡ്. ആദ്യം ഒരു ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ ഒരു എക്സ്ക്ലൂഷൻ പറയാണ്. അപ്പോൾ ഈ എക്സ്ക്ലൂഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു MCQയിൽ എപ്പോഴും അവർ ഇത്തരത്തിൽ എക്സ്ക്ലൂഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുക. കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സെപ്ഷൻ കൊടുക്കുകയാണ്, ഇത് വരില്ല. അപ്പോൾ വരാത്തത് അവർ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു ഒരു സെക്ഷൻ കാണുന്ന സമയത്ത് അതിൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവൈഡഡ് എന്നൊക്കെ കാണുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ഇരുന്ന് വായിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ആരാർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതാണ് ഡവറി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് മഹർ അല്ലെങ്കിൽ ഡവർ കൊടുക്കും. ഈ മഹർ അല്ലെങ്കിൽ ഡവർ ബേസിക്കലി മെയിലാണ് കൊടുക്കുന്നത് ഫീമെയിലിന് ഒരു കൺസിഡറേഷൻ ആയിട്ടാണ്. കാരണം നിങ്ങൾ ഫാമിലി ലോ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഇസ്ലാമിക് ലോയിൽ അല്ലെങ്കിൽ ഷരിയത്ത് ലോ അനുസരിച്ച് വെൻ ഇറ്റ് കംസ് ടു മാരേജ് ഇൻ ഇസ്ലാം, ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. അതൊരു കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു കോൺട്രാക്റ്റിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു മുസ്ലിം ലോയിൽ മാരേജിൽ സിൻസ് ഇറ്റ് ഇസ് എ കോൺട്രാക്ട്, ഈ മഹർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡവർ എന്നാണ് വിളിക്കുക. ഡോണ്ട് കൺഫ്യൂസ്. ഇവിടെ ഡവറിയാണ്, നമ്മൾ ഡവറാണ് എക്സ്ക്ലൂഷനിൽ പറയുന്നത്, ഡവർ. ഓക്കെ, അപ്പം ഡവർ ഓർ മഹർ അണ്ടർ മുസ്ലിം പേഴ്സണൽ ലോ, അത് ഞാൻ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആവരുത്. അത് മെയിലാണ് ഫീമെയിലിന് കൊടുക്കുന്നത്, ചെക്കനാണ് പെണ്ണിന് കൊടുക്കുന്നത്. അത് ആക്ച്വലി നമ്മൾ ശരീഅത്ത് ലോ അനുസരിച്ച് ദ ഫീമെയിൽ ക്യാൻ ഡിമാൻഡ് വാട്ട് ഷീ വാണ്ട് ആസ് എ ഡവർ. ഫീമെയിലിന് ഡിമാൻഡ് ചെയ്യാം അവർക്ക് എന്ത് വേണം ഡവർ ആയിട്ട് എന്നുള്ളത്. ആൻഡ് ദ മെയിൽ ഇസ് ഒബ്ലിഗേറ്റഡ് ടു ഗീവ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇസ്ലാമിക് ലോയിൽ പറയുന്ന ഈ ഡവർ അല്ലെങ്കിൽ മഹർ ഡവറിയിൽ വരില്ല. ഓക്കെ, ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് അഗെയിൻ. ദ ഡവർ ഓർ ദ മഹർ അണ്ടർ ദ മുസ്ലിം പേഴ്സണൽ ലോ, നിങ്ങൾ മഹർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ടേം, ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഡവറി. അപ്പോൾ യു മേ ഗെറ്റ് എ ക്വസ്റ്റ്യൻ വേറെ 4 MCQയിൽ ഈ ഡവർ എന്നുള്ളതൊരു ഓപ്ഷനായിട്ട് വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ. ഓക്കെ, ഡവറിൻ്റെ ഡെഫിനിഷൻ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡവർ. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. നൗ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വാല്യുബിൾ സെക്യൂരിറ്റി എന്നുള്ള ടേമിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ
അത് ദി ആർ റെഫറിങ് ഇൻ ടു സെക്ഷൻ 30 ഓഫ് IPC. ഇപ്പോഴത്തെ BNSൽ ഏതാണ് സെക്ഷൻ എന്ന് യു ഗൈസ് ഫൈൻഡ് ഔട്ട് ആൻഡ് കോമെൻറ്റ് ബിലോ. അപ്പോൾ വാല്യുബിൾ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. അതൊന്നില്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫേഴ്സ്, റെസ്ട്രിക്ട്സ് ഓർ എക്സ്റ്റിങ്ക്വിഷസ് ഓർ റിലീസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ ലയബിലിറ്റി അക്നോളജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ ഇറ്റ് സ്റ്റേറ്റ്സ് എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് എ സർട്ടൻ ലീഗൽ റൈറ്റ്, ഒരാൾക്ക് ലീഗൽ റൈറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ലീഗൽ ലയബിലിറ്റി അത് അക്നോളജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ്, എക്സ്റ്റിങ്ക്വിഷസ് ഓർ റിലീസസ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ IPCയിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. സോ ഇതൊക്കെയാണ്. അതിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് അക്നോളജ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ ഒരു റൈറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു വൈഡർ ഡെഫിനിഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്, പ്രോപ്പർട്ടി അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷനിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എക്സ്ക്ലൂഷൻ ആണ്. എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ദാറ്റ് ഇസ് ഡവർ ഓർ മഹർ, മറക്കരുത്. പിന്നെ സെക്ഷൻ 30 ഓഫ് IPC ആൻഡ് യു ഹാവ് ടു കോമൻറ്റ് വിത്ത് സെക്ഷൻ ഓഫ് BNS. ഓക്കെ, അവർ റെഫർ ചെയ്യുന്ന വാല്യുബിൾ സെക്യൂരിറ്റീൻ്റെ ഡെഫിനിഷനും കൂടി ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ MCQ ക്വസ്റ്റ്യൻ വരുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇറ്റ്സ് ബേസിക്കലി യു ആർ നാരോയിങ് ഡൗൺ യുവർ തോട്ട്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആൻസർ ആ 4 ഓപ്ഷനിൽ ഒരു ആൻസർ ആണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ പ്രിസൈസ്ലി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലെത്താൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പണിഷ്മെൻറ്റ്, പെനാലിറ്റി. സെക്ഷൻ 3 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡവറി എന്ന് പറയുന്ന ഡെഫിനിഷനിലുള്ള ഒരു കാര്യം നിങ്ങൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ യു ആർ ടേക്കിംഗ് ഓർ യു ആർ ഗിവിങ് ഇറ്റ്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ വാങ്ങുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. സോ വാട്ട് ഈസ് ദ പെനാലിറ്റി? എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം PSCയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവരതിൻ്റെ പണിഷ്മെൻറ്റ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ സൈഡിൽ ജസ്റ്റ് ഒന്ന് സിമ്പിൾ വേർഡ്സിൽ എഴുതി വെക്കുക, ഒറ്റ ഗ്ലാൻസിൽ നോക്കാൻ പറ്റുന്ന രീതിയിൽ. ഐ വിൽ ടെൽ യു ഹൗ. അപ്പോൾ നോട്ട് ലെസ് ദാൻ 5 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് എ ഫൈൻ ഓഫ് നോട്ട് ലെസ് ദാൻ 15,000 rupees ഓർ വാല്യൂ ഓഫ് ദ ഡൗറി വിച്ച് എവർ ഇസ് ഹയർ. അപ്പോൾ നിങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഡൗറി, സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങിയോ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണിഷ്മെൻറ്റേഴ്സ് മിനിമം ഒരു 5 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. നോട്ട് ലെസ് ദാൻ 5 years. അപ്പം മിനിമം 5. ഞാൻ അങ്ങനെയാണ് പഠിക്കാറുള്ളത്. അപ്പം മിനിമം എന്നുള്ളത് ആദ്യം കൊടുക്കുക. ഓക്കെ, മിനിമം 5 years ആണ്. പിന്നെ ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? നോട്ട് ലെസ് ദാൻ 15,000 rupees. ഓക്കെ, 15,000 rupees ടു വാല്യൂ ഓഫ് ദ ഡൗറി. ചിലപ്പോൾ ഡൗറി കൊടുത്ത പ്രോപ്പർട്ടീൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാട്ട് എവർ ബി, അതിൻ്റെ വാല്യൂ ചിലപ്പോൾ 15,000-ൽ കൂടുതലായിരിക്കാം. അപ്പോൾ ഏതാണോ കൂടുതൽ അത്. അപ്പോൾ 15,000 ഒന്നില്ലെങ്കിൽ 15,000 rupees, അല്ലാന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഓർ ദ ഡൗറി. ഓക്കെ, വാല്യൂ ഓഫ് ദ ഡൗറി വിച്ച് എവർ ഇസ് ഹയർ, ഏതാണോ കൂടുതൽ അത്. ഓക്കെ, അപ്പം കസ്റ്റമറി മാരേജ് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും നമ്മൾ ബ്രൈഡിനോ ഗ്രൂമിനോ കൊടുക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് ഒന്നുമില്ലാതെ വളരെ ലിസ്റ്റഡ് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കസ്റ്റമറി ആയിട്ടുള്ള ഇതുണ്ടായിരിക്കും. ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, അത് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് ഞാൻ വീണ്ടും പറയാണ്, ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതിൻ്റെ പെനാൽറ്റി നമ്മൾ പഠിച്ചു. മിനിമം 5 years ആണ്. ഫൈൻ എന്ന് പറയുന്നത് 15,000 rupees ഓർ ദ വാല്യൂ ഓഫ് ദ ഡൗറി വിച്ച് എവർ ഇസ് ഹയർ, ഏതാണോ കൂടുതൽ അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, നൗ let's go to the next part, that is demanding dowry. ഡൗറി ഇവിടെ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഡിമാൻഡ് അവിടെ നടന്നിട്ടുണ്ട്. ദർ എക്സിസ്റ്റഡ് എ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതും ഒരു ക്രൈമാണ്. ഓക്കെ, ഫോർ എ ടേം ഓഫ് 6 months, കുറഞ്ഞത് 6 months to 2 years. പിന്നെ ഫൈൻ 10,000 രൂപ വരെ പോവാം. എക്സ്റ്റെൻഡ് ടു. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ടു എന്ന് കാണുമ്പോൾ അത് വായിക്കാതെ പോകരുത്. എക്സ്റ്റെൻഡ് ടു എന്ന് പറയുമ്പോൾ 10,000 വരെ പോവാം. 10,000 എന്നല്ല, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10,000 rupees ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറുള്ളത്. നമ്മൾ അപ്പോൾ ഇനി ഞാൻ വായിക്കുന്ന സമയത്ത് ഗിവിങ് ഓർ ടേക്കിംഗ് ഡൗറി മിനിമം 5 years. ഓക്കെ, ഫൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 15,000 rupees. ഓക്കെ, പിന്നെ ഡിമാൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻഡിങ് ടു 10,000 rupees, 6 months, 2 years. ഓക്കെ, സോ ഇത്രയാണ്
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡെഫിനേഷൻ ഓഫ് ഡൗറി വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കുറച്ച് നിങ്ങൾ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സെക്ഷൻ ഡൗറിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. ഐ ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് നൗ. ഓക്കെ, പിന്നെ എക്സ്ക്ലൂഷൻ എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ നമ്മൾ വരുന്നത് പെനാലിറ്റീസ് ആണ്. പെനാലിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കം ടു PSC. ഓക്കെ, അപ്പോൾ അത് രണ്ടും നോക്കി വയ്ക്കാം. ബാക്കി സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട് പ്ലീസ് ടെക്സ്റ്റ് മീ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.